എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ആർക്കും അറിയാത്തതെന്ന്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് നമ്മുടെ അരി നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അരി ഞാൻ കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. നല്ലോണം കഴുകണം, കാരണം കീടനാശിനിയൊക്കെ അടിക്കുന്നതല്ലേ. അപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത് വറുത്തെടുക്കണം കേട്ടോ. ശരിക്കും എല്ലാം വറുക്കുന്ന വിധത്തിൽ നല്ലോണം വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ 2 ഏലക്കായ് കൂടി അതിലിട്ടേക്കണം കേട്ടോ. അങ്ങനെ നല്ലോണം വറുത്ത് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് പൊടിക്കാം. മിക്സിയിൽ ഒരു ഗ്ലാസ് പിന്നെ അരിയാണെങ്കിൽ നമ്മൾ ഒരു തേങ്ങയോളം ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 2 അച്ചിൻ്റെ വലിയ അച്ച് പിന്നെ വെല്ലവും കൂടി ശർക്കരയും കൂടി ഇട്ട് പൊടിച്ചെടുത്തിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ട് അതൊന്ന് പിന്നെ നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. ഇത് നല്ലൊരു ക്രീമി പരുവത്തിലേക്ക് വരും, കാരണം തേങ്ങ നല്ല ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അത് ക്രീമി ആയിട്ട് വരുമ്പോൾ നല്ല ചോക്ലേറ്റ് പോലെ ഉണ്ടാവും അത് കേട്ടോ. അത് മാത്രം എടുത്തൊന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ ഞാനുണ്ടാക്കുന്ന വിധം കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കണ്ട ഇത് ഇങ്ങനെ ഞാൻ ചെറിയ ലഡു പോലെ ചെറുതാക്കിയിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. വലിയ ഇതായിട്ടൊന്നും ഉരുട്ടില്ല, കാരണം കുറച്ചേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇവിടെ അത്രയും നമ്മൾ ഒരു ദിവസം പിറ്റേന്ന് അങ്ങനെയൊക്കെ കഴിക്കും, പിന്നെ അത് ഉറച്ച പോലെ ഭയങ്കര ഇതായിപ്പോവും. അതുകൊണ്ട് അത്രയും ഉണ്ടാക്കാറുള്ളൂ, ഒരു ദിവസത്തേക്കുള്ള മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഈ ചായൻ്റെ കൂടെ വൈകുന്നേരം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ കണ്ടോ, ചെറുങ്ങനെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് നല്ല ഒരു ചോക്ലേറ്റ് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ. ഈ മറ്റേ ഭയങ്കര കട്ടിയുള്ള പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ഇതാണ് എനിക്കിഷ്ടം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. ബായ്.